എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ തീം പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ എവിടെ കണ്ടാലും അതെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലായിരിക്കും നിക്ഷേപിച്ച് പൊതുസ്ഥലങ്ങളിലേക്കും ഡംപിങ് സൈറ്റുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്ലാസ്റ്റിക് വളരെ ഗണ്യമായ റോളാണ് വഹിക്കുന്നത്. എന്നാൽ ജൈവ മാലിന്യങ്ങൾ അവയുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ കഴിഞ്ഞാൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലും മറ്റ് സംസ്കരണ മാർഗങ്ങൾ തേടി ഡംപിങ് സൈറ്റുകളിലേക്ക് അയക്കുന്നത് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ജൈവ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് കന്നുകാലികൾ ആ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഭക്ഷിക്കുന്നതിനും ഈ പ്ലാസ്റ്റിക് കൂമ്പാരത്തോടു കൂടിയ ജൈവാവശിഷ്ടങ്ങൾ നദികളിലും ജലാശയങ്ങളിലും എത്തിച്ചേർന്ന് ജലമലിനീകരണത്തിന് ഇടയാകുന്നു. ഇത് കൂടാതെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലുള്ള ജൈവാവശിഷ്ടങ്ങൾ സമുദ്രത്തിൽ വരെ എത്തിച്ചേരുന്നതായിട്ടാണ് കഴിഞ്ഞകാല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഈ ഭൂമിയിലെ മൊത്തം ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിലാണ് പ്ലാസ്റ്റിക് മലിനീകരണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നൊരു വസ്തുവല്ല. പ്ലാസ്റ്റിക് ബാൻ ചെയ്യുക എന്നൊക്കെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉയർന്ന് കേൾക്കാറുള്ള സന്ദേശങ്ങളുണ്ട്. പക്ഷേ നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കിന് ഗണ്യമായ സ്ഥാനമാണുള്ളത്. എന്നാൽ പ്ലാസ്റ്റിക്കിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വന്നാൽ ഇത് വലിയൊരളവ് വരെ പ്ലാസ്റ്റിക്കിലൂടെയുള്ള മലിനീകരണം നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് വെറും മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു ഉപാധി എന്നതിലുപരിയായി പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനും വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച് പരിസ്ഥിതി മലിനീകരണം രൂക്ഷമാകുന്നത് നിയന്ത്രിക്കുന്നതിനും അതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീവ്രത ലഘൂകരിക്കുന്നതിനും സാധിക്കുന്നത് കൂടാതെ ഒരു ഹരിത ഇന്ധനമായ ബയോഗ്യാസ് പാചകാവശ്യങ്ങൾക്കും മറ്റ് ഇന്ധന ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ സാധിക്കും. സ്വന്തം നിലയിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ ഓരോ വ്യക്തികൾക്കും, നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇല്ലാത്തൊരു വീടാണെങ്കിൽ വേസ്റ്റ് കളക്ഷന് വേണ്ടി വരുന്നവർക്ക് നമ്മളൊരു ക്യാരി ബാഗിനകത്താക്കിയാണ് ഈ വേസ്റ്റ് കൈമാറുന്നത്. ഒരു വർഷം എത്ര ക്യാരി ബാഗുകളാണ് ഇങ്ങനെ പൊതു ഡംപിങ് സ്ഥലങ്ങളിലേക്ക് എത്തുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. വിപുലമായ പല പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ഒരുപക്ഷെ പങ്കാളികളാകാൻ ഓരോരുത്തർക്കും വ്യക്തികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ സ്വന്തം നിലയിൽ ഒരു വീട്ടിലും ഒരു സ്ഥാപനത്തിലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തിൽ ഒരു 300-350 ക്യാരി ബാഗെങ്കിലും പൊതുസ്ഥലത്തിലേക്ക് മലിനീകരണത്തിൻ്റെ ഭാഗമായി മാറുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ലോക പരിസ്ഥിതി ദിനം വർഷത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിച്ച് മറക്കുന്നതിനുള്ളൊരു ദിനമല്ല. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു തുടർ പ്രവർത്തനമാക്കി മാറ്റേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. വരും തലമുറയെയും അതിന് പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായ പരിശീലനവും അവർക്ക് നൽകണം. ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു.